أنت نور الله فجرا جئت بعد العسر يسرا ربنا أعلاك قدرا يا إمام الأنبياء يا حبيبي يا محمد أنت نور الله فجرا جئت بعد العسر يسرا ربنا أعلاك قدرا يا إمام الأنبياء يا حبيبي يا محمد يا نبي السلام عليك. അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളുടെ ഷിയാബായിയുടെ യാത്രാ വിശേഷങ്ങൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഷിയാബായി ഇന്ന് യാത്ര തുടങ്ങിയിട്ട് 100ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് സെപ്റ്റംബർ 9-ാം തീയതി, ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ. അപ്പോൾ ഷിയാബായി 9/9/2022 100ാമത്തെ ദിവസം. 9/9/2022 തീയതി. അപ്പോൾ ഷിയാബായി താമസിക്കുന്നത് പഞ്ചാബി റിസോർട്ടിന്റെ പുറത്താണ് നമ്മൾ ഉള്ളത് കേട്ടോ. സമയം ഏകദേശം 9 മണിയായി. അപ്പോൾ നമ്മളെ കാണാൻ വേണ്ടിയതാ നമ്മളൊരു സബ്സ്ക്രൈബ് തിരുവനന്തപുരത്തെ സുബൈർക്ക് വന്നിട്ടുണ്ട്. മാഷാ അല്ലാ. സുബൈർക്ക് അസ്സലാമലൈക്കും. എല്ലാവരെയും കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് തിരുവനന്തപുരത്ത് നിന്ന് അമൃത്സർ വരെ വന്നത്. അമൃത്സറിൽ നിന്ന് വന്ന് ഇന്നലെ കാണണമെന്നായിരുന്നു. പടച്ചവന്റെ വിധി ഇന്ന് രാവിലെയാണ് കാണാൻ സാധിച്ചത്. അൽഹംദുലില്ലാ എല്ലാം റാഹത്തായിരുന്നു. എപ്പോഴും യാത്ര തുടങ്ങി? അവിടെ തുടങ്ങി ഇന്നലെ രാവിലെ ട്രിവാൻഡ്രത്ത് നിന്ന് ഫ്ലൈറ്റ് കയറി ബോംബെ നിന്ന് അമൃത്സറിൽ നിന്ന് ട്രെയിനാണ്. ട്രെയിനിൽ മാത്രമേ ഇത്തിരി ലേറ്റ് ആയുള്ളൂ. കണ്ട് സംസാരിച്ച് എല്ലാം വലിയ സന്തോഷത്തിലാണ്. ഷിയാബായി കാണാൻ അത്ര തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആളാണ് കേട്ടോ. നമ്മളൊരു വ്ളോഗർ എന്ന നിലയിൽ നമുക്കും ശരിയാണ് നമുക്ക് വളരെ സന്തോഷമുള്ള എല്ലാവരെയും കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഷിയാബായി എങ്ങനെ കണ്ടിട്ട് സന്തോഷത്തിലാണ്. എൻ്റെ വൈഫുമായിട്ട് ഫോണിൽ സംസാരിച്ച് അവിടുത്തെ ഇമാമുമായിട്ട് സംസാരിച്ചു. ഇമാം ഈ അടുത്ത വർഷം ഹജ്ജിന് പോവാണ്. ഞങ്ങളുടെ ഇമാമ് 20 വർഷം ഞങ്ങളുടെ ജമാഅത്തിന് വന്നിട്ട്. ഇനി യാത്ര നിങ്ങൾ ബോർഡർ കൂടെ കുറച്ച് ദിവസം 2 ദിവസം കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പോകും. സുബൈർക്ക് ഉണ്ണിയപ്പെല്ലാം കൊണ്ടുവന്നു കേട്ടോ നാട്ടിന്ന്. കശുവണ്ടി ഫ്രൈ ചെയ്തിട്ട് ഉണ്ണിയപ്പം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഷിയാബായിക്ക് കൊടുത്തു. നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇവര് പറഞ്ഞത് ഇവർ കഴിച്ചു. അൻസാർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഷിയാബായി താമസിക്കുന്ന റിസോർട്ടിന്റെ അകത്ത് കയറിയിരിക്കാണ്ട. എന്താ ബയ്യുണ്ട് ഇവിടെ. അകത്തുള്ള കാഴ്ച ഉണ്ട് ഞങ്ങള്. പോലീസുകാരുണ്ട് റിസോർട്ടിന്റെ അകത്തായിട്ട്. അപ്പോൾ എന്തായാലും ഷിയാബായിയുടെ യാത്ര ഇന്നില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ കാഴ്ചയാണ്. ഇതൊരു കല്യാണ മണ്ഡപമാണ് കേട്ടോ. ഇത് റിസോർട്ടിലേക്കുള്ള എൻട്രൻസ് ആണ്. നമ്മൾ ഷിയാബായെ കാണാൻ വേണ്ടിയതാ. നമ്മളെ കർണാടകയിലുള്ള ഗുൽബർഗ ജില്ലയിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ. മാഷാ അല്ലാ. ഇപ്പോൾ ഒരു 3 ദിവസമായി ഷിയാബായെ കാണാൻ വണ്ടിയിൽ. अस्सलाम वालेकुम भाई साहब, कैसे आप? अल्हम्दुलिल्लाह, अल्लाह का करम है, आपकी दुआ है। कहाँ से आप मेरे बताइए? हम गुलबर्गा डिस्ट्रिक्ट से हैं और गुलबर्गा सिटी भी है, गुलबर्गा डिस्ट्रिक्ट भी है, कर्नाटक शहर में गिरता है। माशाल्लाह। ये शिहाब भाई के मिलने के लिए आए? शिहाब भाई को मिलने के लिए खास करके आए हैं हम लोग। माशाल्लाह। कभी निकले वहाँ से? 2200 किलोमीटर होता है, हम निकल रहे हैं। 3 दिन हो चुका है। माशाल्लाह। 3 दिन से गाड़ी से? कौन सा कार से? इनोवा लेके आए। और कैसे लगा, मिला है शिहाब भाई को? कल मुलाकात हुई है, शाम में काफी देर साथ में था, फिर आज बुलाए हैं 11 बजे नमाज पढ़ के साथ में चलेंगे बोल के बताए हैं। तो इंशाल्लाह हम 4 भाई हैं, साथ देंगे इंशाल्लाह। और अल्लाह करे सारे ईमान वालों को उनकी तरह जज्बा नसीब हो और सारे ईमान वालों को अल्लाह आज के लिए कबूल करे। माशाल्लाह। क्या नाम? कैसे? मोहम्मद मुस्लिम है। माशाल्लाह। कैसे लगा आपको? बहुत अच्छा लग रहा है। कैसे सफर कैसे लगा? 3 दिन से आ रहे हैं ना, गाड़ी से? 3 दिन से आ रहे, 2000 किलोमीटर हो गया है। माशाल्लाह। अस्सलाम वालेकुम। मेरा नाम साजिद है, मैं गुलबर्गा से हूँ। अल्हम्दुलिल्लाह हम पहुँच गए। 3 दिन सफ़र करने के बाद यहाँ पहुँच गए शाह भाई के। बहुत जज्बा आ गया है शाह भाई से मिलने के बाद। अल्लाह ताला हर एक इंसान को हज करने के लिए पैदल हो या सवारी से हो, अल्लाह ताला अपने घर को बुला ले। ये हमारी दरख्वास्त से दुआ करेंगे आपको। अस्सलाम वालेकुम। मैं भी गुलबर्गा से हूँ, मेरा नाम सद्दाम है। हम 2000 किलोमीटर से शिहाब भाई को मिलने के लिए आए हैं। बहुत अच्छा लगा।
माशाल्लाह इतना दूर से आया है ना गाड़ी। जी बहुत अच्छा लगा, गाड़ी लेके आए हैं। अभी साथ में जाएगी क्या? साथ में जाएंगे और एक 4 दिन चलेंगे वागा तक इंशाल्लाह। चल के क्या है इंशाल्लाह फिर सियाब भाई को छोड़ के जाएंगे वापस इंशाल्लाह दुआ भी करने के इंशाल्लाह इंशाल्लाह। ഓക്കെ ബൈ സാർ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ പഞ്ചാബ് റിസോർട്ടിന്റെ പുറത്താണുള്ളത് കേട്ടോ. അപ്പോൾ ഷിയാബായിയെ കാണാൻ വേണ്ട ഇവിടുത്തെ ആൾക്കാരാണ് കേട്ടോ. മല്ലോട്ടിലുള്ള ലോക്കൽസ് ആണ്, പഞ്ചാബികളാണ്. മാഷാഅല്ലാഹ്. അസ്സലാമു അലൈക്കും ഭാई. क्या हाल है? बढ़िया. कहाँ के आप? लोकल क्या मिलने के लिए आए क्या? हो गया मुलाकात? हो गया. हाँ. कैसे लगा आपको? आपका शहर आया है ना? बहुत अच्छा, बहुत. और हम साहब की चाय लेके चाय पेश के माशाल्लाह शिया भाई की वेंट चाय के वेंट अभी पिला है, चाय पिला के अभी वो पूरी टीम ने पी, शाह भाई ने हमारे साथ फोटो भी लिया माशाल्लाह. सारा कुछ. अभी आप लोग क्या करते हैं? क्या काम है आपका? हमारे तो डेयरी फार्म का काम. डेयरी फार्म. माशाल्लाह. इधर के कितना लोकल पीछे राजस्थान के, हम गंगानगर जिले के. हाँ गंगानगर जिले के. अच्छा माशाल्लाह. इधर पंजाब में रहते को काफी टाइम हुआ. कितना गाय है ना आपका? कितना गाय फार्म में? गाय बहुत है हमारे को, 50-60 गाय है. कैसे चलता है बिजनेस? बहुत बढ़िया, अल्लाह के शुक्र है. ओके ओके भाई जान. ഓക്കെ बहुत शुक्रिया मिलके. ഓക്കെ ദുആ भी करने के इंशाल्लाह. അപ്പോൾ ഇവർ ലോക്കൽ ആൾക്കാരാണ് കേട്ടോ. ഇവർ രാജസ്ഥാനികളാണ്, ഇവിടെ ബിസിനസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ബൈ ഇൻഷാല്ലാ. അല്ലാഹ്. ഇപ്പോൾ നമ്മൾ ഷിയാബായി താമസിക്കുന്ന റിസോർട്ടിൻ്റെ പുറത്തുള്ള കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ഉള്ള ആൾക്കാരാണ് കേട്ടോ. ഇവിടെ വെൽഡിങ്ങിൻ്റെ ഷോപ്പ് നടത്തുന്ന ആൾക്കാരുണ്ട്. ഇതാ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടോ? ഇതാ ഒരു ബെഡൊക്കെ നിർമ്മിച്ച് നൽകുന്ന ഒരു ഷോപ്പുണ്ട്. ഇതിവിടെ UP-യിലത്തെ ആൾക്കാരാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഷിയാബായി താമസിക്കുന്ന റിസോർട്ടാണ്. ഇപ്പോൾ റിസോർട്ടിലുള്ള പുറത്തുള്ള കാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്തായാലും ഷിയാബായിയുടെ യാത്ര ഇന്നില്ല, ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണിപ്പോൾ റിസോർട്ടിന് പുറത്തുള്ള കാഴ്ച. കുറച്ച് ആൾക്കാർ റിസോർട്ടിന് പുറത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തുള്ള സുബൈർക്കൊക്കെ കണ്ടിരുന്നു. ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഷിയാബായി പള്ളിയിലോട്ട് പോകുന്ന പ്രതീക്ഷിക്കാം. അപ്പോൾ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വിശ്വാസമൊക്കെ ഇൻഷാല്ലാ നമുക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷിയാബായിയുടെ അടുത്ത വീഡിയോ അപ്ഡേറ്റ്സുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.